നമുക്ക് എന്തുകൊണ്ടാണ് ദീനിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നത്, സംശയങ്ങൾ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, കാരണം ഈ ഏറ്റവും ഉത്തമമായ ഗ്രേഡിൽ നിൽക്കുന്ന ആളുകൾ അവർക്കുള്ള നിയമങ്ങൾ വളരെ കഠിനമായിരിക്കും. നമുക്ക് ശരീരവും ആത്മാവുമുണ്ട്. അമ്മാറത്ത്, ലവ്വാമത്ത്, മുൽഹിമ, മുത്തുമൈന, റാദിയ, മർലിയ എന്നൊക്കെ പറഞ്ഞ് ഖുർആനിൽ തന്നെ അതിൻ്റെ പരാമർശങ്ങൾ കാണാം. അപ്പോൾ ആ ആത്മാവിനെ ചെറിയ കുട്ടികളായിട്ടേ എടുക്കാൻ കഴിയുള്ളൂ. ഇഖ്ലാസിൻ്റെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തളർന്നു പോകും. നമ്മുടെ നഫ്സിനെ സംബന്ധിച്ച് തിരിച്ചറിയണം, നഫ്സിനുള്ള ഹുക്കുമുകളെ സംബന്ധിച്ച് തിരിച്ചറിയണം. അതാണ് അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന് പറയുന്നത്. നമുക്ക് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിരിക്കും മുൻതൂക്കം ഉണ്ടാവുക. ഈ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന കഴിവുകൾ, ആ കഴിവുകൾ വളരെ പരിമിതമായ കഴിവുകളായിരിക്കും. ഔലിയാക്കളോട് മരണത്തിന് ശേഷവും ചോദിക്കാം. കാരണം സാധാരണക്കാർ എപ്പോഴും ആശ്രയിക്കുന്നത് കാരണങ്ങളെ ആയിരിക്കും. അവർക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, സങ്കല്പിക്കാൻ കഴിയാത്ത കഴിവുകൾ അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ അതിനെ നിഷേധിക്കുന്നതിന് പകരം നമ്മളും ആത്മീയമായിട്ട് അങ്ങനെ വളരാൻ നോക്കുക. ആ ഏറ്റവും താഴെത്തട്ടിൽ അമ്മാറത്തിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അസ്വലാത്തു നിസിയാനു മാസിവല്ല, നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെയും മറക്കലാണ്. വജ്ജഹ്തു വജ്ഹിയല്ലദീ ഫത്തറ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സംവിധാനിച്ച അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ ഹൃദയത്തെ തിരിച്ചിരിക്കുന്നു. പലപ്പോഴും പച്ചക്കള്ളമാണ് പറയുന്നത് ഈ അമ്മാറത്ത് എന്ന് പറയുന്ന നഫ്സ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കാണും നല്ല നല്ല ചിന്തകളൊക്കെ നമുക്ക് വരുന്നുണ്ടല്ലോ. പക്ഷേ ഈ നഫ്സിൻ്റെ ചതി എന്താ? കാരണം ഇത് ഉള്ളിലുള്ള ശത്രുവാണ്, നമ്മുടെ കൂടെപ്പിറപ്പാണ്, കൂടെയുള്ള ശത്രുവാണ് നഫ്സ് എന്ന് പറയുന്ന സാധനം. വളരാനും ഉയരാനും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. പിഴച്ച വഴികളിലൂടെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. ഉന്നതമായ അവസ്ഥകളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കഴിവ് വളരെ വലുതായിരിക്കും. അള്ളാഹു അതിന് നൽകുന്ന ഉത്തരവാദിത്വവും കൂടും. അങ്ങനെ നൽകുന്ന ഉത്തരവാദിത്തമാണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹ. ഒരു നഫ്സിനോടും അതിന് കഴിയാത്തത് അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, കൽപ്പിക്കുന്നില്ല. മൂസാ നബി നബിയാണ്, റസൂലാണ്, ഉലുൽ അസ്മാണ്, അള്ളാഹുവിൻ്റെ കലാം എന്നാണ് മൂസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് പറഞ്ഞത്. അത്രയും ഉന്നതമായ നിലയിൽ നിൽക്കുന്ന മൂസാ നബി അലൈഹി സ്വലാമിന് പോലും ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ട ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് ലളിതമായി കാണുക? അതിനെ നമ്മൾ നഫ്സിൻ്റെ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഐരിഫത്തിൻ്റെ ഇൽമാണ് നാഫിയായ ഇൽമ് എന്ന് പറയുന്നത്. ഔലിയാക്കളുടെ പ്രത്യേകത തന്നെ എന്താണ്?